നമ്മുടെ നായകള് സാധാരണയായിട്ട് അഗ്രസീവ് ആവുന്നത് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വസ്തു നമ്മൾ എടുക്കുമ്പോഴാണ്. അവരുടെ ഒരു ടോയ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവം കാണിക്കുന്നതായിട്ട് കാണാം. അവര് മുരളുക, അതുപോലെ തന്നെ കുരയ്ക്കുക, ചില സമയങ്ങളിൽ കടിച്ചെന്നും ഇരിക്കും. ഇവിടെ ശലിഞ്ചേട്ടൻ ബ്രൂണോയുടെ കൂടെ ഒരു ടഗ് ഓഫ് വാർ കളിക്കുകയാണ്. അതായത് ഒരു ക്ലോത്ത് എടുത്തിട്ട് അതൊരു ടോയ് പോലെ ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ബ്രൂണോനെ കുറച്ച് ഒരു അഗ്രസീവ് നേച്ചർ വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നായകളുടെ അധീനതയുള്ള സ്ഥലത്ത് മറ്റാരെങ്കിലും കടന്നു കയറിയാൽ ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവം നായകൾ കാണിക്കാറുണ്ട്. അത് മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ കടന്നു കയറുന്നത് അവർ ഇത്തരത്തിൽ കാണിച്ചിരിക്കും. അപ്പോൾ വൺ മാസ്റ്റർ ഡോഗായിട്ട് വളർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ മറ്റു ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തും അവർ ഈ ഒരു സ്വഭാവം എടുക്കും. ഇപ്പോ ഞങ്ങളുടെ ഇവിടെ ബ്രൂണോയുടെ കൂടെ തന്നെ പൂച്ചകളും ഉണ്ട്. അപ്പോ പൂച്ചയുടെ അടുത്ത് എങ്ങനെയാണ് ബ്രൂണോയുടെ ബിഹേവിയർ നമുക്ക് ഇതിൽ കാണാം. നമ്മൾ സാധാരണ രീതിയിൽ നായയും പൂച്ചയും ബദ്ധ ശത്രുക്കളാണല്ലോ. പിന്നെ നായകള് ഏറ്റവും കൂടുതൽ അഗ്രസീവ് ആവുന്ന സമയമാണ് അവർക്ക് ഫുഡ് കൊടുക്കണ നേരത്ത്. അവർ ഫുഡ് കഴിക്കണ നേരത്ത് നമ്മൾ ആരെങ്കിലും അവരെ ശല്യം ചെയ്യുക, അവരുടെ പാത്രത്തിന്റെ അടുത്ത് പോവുക, തൊടുക, അതുപോലെ അതിലിണക്കുക, ഇതൊക്കെ നായകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുന്ന സമയമാണ്. എന്നാൽ ഇതേ സമയം നമ്മുടെ ബ്രൂണോ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ബ്രൂണോ കുട്ടിന് ഫുഡ് കൊടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സമയം കാലത്ത് 7 മണി ആയിട്ടുണ്ട്. നമ്മൾ രാവിലെയും വൈകിട്ടും അങ്ങനെ 2 നേരമാണ് നമ്മുടെ ബ്രൂണോ ചിക്കന് ഫുഡ് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ആള് കാലത്ത് നല്ല ഭയങ്കര ഉഷാറായിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരു ഫുഡ് നമുക്ക് റൂട്ടീനായിട്ട് കാണാനായിട്ട് പോകാം. അപ്പോൾ നമ്മുടെ ചിക്കനെ ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾറെഡി മമ്മി ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മട്ടരിയാണ് ഉപയോഗിക്കണം. പിന്നെ ചിക്കൻ അവന് വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാന്ന് പറഞ്ഞല്ലോ. കുറച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോ ദിവസം ചോറിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇത് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നല്ലതാണ്. ചിക്കൻ കുറവാണ് നമ്മൾ ഇങ്ങനെ പെർ ഡേ കൊടുക്കുമ്പോൾ ചേർത്തിട്ടോ ഇരിക്കട്ടെ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ആൾക്ക് മീൻ ഇത്തിരി ഇഷ്ടമായ കാരണം മീൻ വേവിച്ച് വെച്ചിട്ട് മീൻ മതി, അതൊക്കെ മതി. അപ്പൊ മീനുണ്ട്, ചിക്കൻ ഉണ്ട്, കുറച്ച് തൈരും കൂടെ. തൈര് സാധനമാണല്ലോ, അവളുടെ മീനാണുള്ള സാധനം. അപ്പൊ ചിക്കനുള്ളിട്ടിടണം, അല്ലെങ്കിൽ ചിക്കൻ കഷ്ണം മാത്രം കഴിച്ചു പോവാണ്. നിൽക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഇടുന്നാൽ ആള് കഷ്ണങ്ങൾ മാത്രം കഴിച്ചു പോകുന്ന കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ പൂച്ചകളൊക്കെ വെയിറ്റിംഗ് ആണ് കേട്ടോ ഫുഡ് കിട്ടാൻ വേണ്ടിട്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഇനി നമുക്ക് ബ്രൂണോന്റെ ഫുഡ് കൊടുക്കാണ്ടാ. അപ്പൊ സാധനം റെഡിയാണ്. ഇപ്പൊ നോക്കി ഞങ്ങളുടെ മൂന്ന് കൂട്ടന് പൂച്ചകളൊക്കെ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. സ്ഥിരം ഇവിടെ ഇങ്ങനെയാണല്ലോ, ചെറുപ്പം തൊട്ട് അങ്ങനെ ആയതുകൊണ്ടോ. അപ്പോൾ നമ്മൾ പറയും നായകളൊന്നും അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അടുപ്പിക്കില്ല എന്നൊക്കെ പറയാറുണ്ട് കുറേ പേര്. ശരിയായിരിക്കും, പക്ഷെ നമ്മുടെ ബ്രൂണോ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. എനിക്കൊണ്ട് കുറേയൊക്കെ നമ്മളും പഠിപ്പിക്കുന്നതിനനുസരിച്ചിരിക്കും, കുറേയൊക്കെ പിന്നെ അവരുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പൊ ഇനി അവരുടെ പാത്രത്തിൽ ഒരുവിധം ക്ലീൻ ആക്കിയിട്ട് ആള് നമ്മുടെ പൂച്ചയുടെ പാത്രത്തേക്ക് കടന്നിട്ടുണ്ട്. എന്ന് പൂച്ചയുടെ പാത്രത്തിൽ നിന്ന് മോഷ്ടിക്കല് സ്ഥിരം വിനോദമാണ് നമ്മുടെ ആളുടെ. അതുപോലെ തന്നെ പൂച്ചോള് ഇവന്റെ പാത്രത്തിൽ നിന്നും പോയിട്ട് കഴിക്കൂട്ടാ. അങ്ങനെ പ്രത്യേക പാത്രമൊക്കെ വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേരൊക്കെ മിക്സ്. ഇതില് പൂച്ചയുടെ പറയുമ്പോൾ നമ്മൾ ഇറച്ചി ഉണ്ടാവില്ല, മീനാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാലോ കുറെ നായകളൊക്കെ ഫുഡ് കൊടുക്കണ നേരത്തെ നമ്മൾ അടുപ്പിക്കില്ല. അതായത് അവരുടെ കയ്യിലുള്ള ഒരു സാധനം അത് തൊടാനായിട്ട് നമ്മളെ സമ്മതിക്കില്ല പല നായകളും. പക്ഷെ നമ്മുടെ ബ്രൂണോ അതിന് ഭയങ്കര
കാര്യസ്ഥനാണ് എന്നതുകൊണ്ട് കൊച്ചിലെ തൊട്ട് ഞങ്ങൾ അങ്ങനെ അവനെ ശീലിപ്പിച്ചതുകൊണ്ടായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ബ്രൂണോ GST ആണല്ലോ. അപ്പൊ GST എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ മറ്റു ഡോഗ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അഡ്രസ്സിന്റെ കൂടെ എന്നുള്ള ടൈപ്പാണ്. എങ്കിൽ കൂടെ നമ്മൾ ഈ ഒരു രീതിയിൽ അവനെ ഇത്രയും സോഷ്യലൈസ് ചെയ്ത് വളർത്തിയോണ്ട് ആ കാര്യമൊക്കെ വളരെ സൂപ്പറായിട്ട് വന്നു. ഒരു പ്രശ്നവുമില്ല. നമ്മൾ കൈയിട്ടാലോ ഭക്ഷണം കഴിക്കുമ്പോൾ കൈയിട്ടാലോ പിന്നെ അതിന് എടുത്താലോ ഇനി പൂച്ചയൊക്കെ വന്ന് തിന്നും അവൻ്റെ ഇടയിൽ അതൊന്നും കുഴപ്പമില്ല. അവനെ പൂച്ചയുടെ പോയി തിന്നും. വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ തമ്മിലില്ല. അങ്ങനത്തെ ഒരു അത്രയും നല്ലൊരു ബിഹേവിയറിലേക്ക് ബ്രൂണോ വന്നിട്ടുണ്ടല്ലേ. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇരിക്കുന്ന കണ്ടില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോണില്ല. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതുകൂടി ഒന്ന് ക്ലീൻ ആക്കി തരുവാണ്. നക്കി തുടച്ച് വൃത്തിയാക്കി വെക്കാം. പിന്നെ ഇപ്പോൾ കാലത്തെ ഫുഡ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് വൈകുന്നേരമാണ് ഫുഡുള്ളൂ. അതിനിടയിൽ നമ്മൾ വെള്ളം നന്നായിട്ട് വെക്കും, വെള്ളം കുടിക്കും ആള്. അപ്പോൾ ഇതൊരു കുഞ്ഞി വീഡിയോ ആണ്. ഞങ്ങൾ ബ്രൂണോന് ഫുഡ് കൊടുക്കുന്ന രീതി കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കും ഇതുപോലെ തന്നെ വളരെ കാമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഹേവിയറിലേക്ക് നമ്മുടെ ഡോഗ്സിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ജർമ്മൻ ഷെപ്പേർഡിനെ ഞങ്ങൾ കൊണ്ടുവന്നില്ലേ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ ജർമ്മൻ ഷെപ്പേർഡ് എല്ലാം വേറെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ബട്ടൺ മുത്താറായിട്ട് പറഞ്ഞു പോകരുത് കേട്ടോ. ഇനി മാത്രമാണ് ഇനി എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രൂണോച്ചൻ ഇവിടെ ഗുഡ് ബോയ് ആയി നിൽക്കുന്നുണ്ട്. ബൈ ബൈ ബൈ.